ഹായ്, എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇസ്രയേലിലെ ജെറുസലേമിൽ നിന്ന് അഖിലയാണ്. കുറെ ആയല്ലേ നമ്മൾ കണ്ടിട്ട്. എനിക്ക് കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ. എനിക്ക് അത്രയ്ക്ക് സന്തോഷം. എനിക്ക് തുള്ളിച്ചാടാൻ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം തിരുവനന്തപുരത്ത് നമ്മുടെ BJPയുടെ വിജയം നമുക്ക് ആഘോഷിച്ച് മതിയാവത്തുള്ളൂ കേട്ടോ. കാരണം ഒരു അഴിമതി രഹിത ഭരണം നമ്മൾ എപ്പോഴും സ്വപ്നം കാണുന്ന ഒന്നാണ്. അത് കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മുടെ മോദിജിയുടെ ഭരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം സ്വന്തമായിട്ടൊരു വീടോ വാഹനവും ഇല്ലാത്ത ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ മോദിജി അല്ലേ. അപ്പം അദ്ദേഹം സ്വപ്നം കണ്ട ഒരു ഇന്ത്യ നമുക്കിപ്പം കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ലോക നേതാക്കളൊക്കെ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഭാരതം അദ്ദേഹത്തിന്റെ കയ്യിൽ അത്രയും സുരക്ഷിതമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണത്തില് നമ്മുടെ ഇന്ത്യ ഇന്ന് ലോക നെറുകയിൽ നിൽക്കുന്ന ഒരു സമയത്ത് BJPയുടെ തദ്ദേശ സ്വയംഭരണത്തിലുള്ള ഈ ഒരു ഇലക്ഷൻ സമയത്ത് BJPയുടെ ഒരു വളർച്ച നമുക്ക് അത്രത്തോളം ആവേശം പകരുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കാര്യം പറയുവാണെങ്കിൽ തിരുവനന്തപുരം അഡ്ഡപടല നമ്മളിങ്ങനെ എടുത്തില്ലേ. അപ്പോഴത്തേന് എനിക്കറിയില്ല ഇതെന്താ പറയണോ. അത്രയും സന്തോഷമുണ്ട്. അതിലെനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും വലിയൊരു സന്തോഷം കിട്ടിയത് ശ്രീലേഖ മാമിന്റെ വിജയത്തിലാണ് കേട്ടോ. BJP സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് എല്ലാ വാർഡിലും വിജയിച്ചവർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വളരെ ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ചില ആൾക്കാരൊക്കെ പരാജയപ്പെട്ടത്. നമ്മൾ പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് ഒതുങ്ങി വീട്ടിലൊന്നും ഇരിക്കില്ല. ജയവും പരാജയവും ഒക്കെ ഇലക്ഷനിൽ സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടിട്ട് ജനങ്ങൾക്ക് ഇപ്പൊ ഭയങ്കര ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇനി പഴയ പോലൊന്നും ജനങ്ങളെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇനിയിപ്പം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കൈയിട്ട് വാരി കുടുംബം വെളുപ്പിച്ചവരൊക്കെ ഇനി വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. അപ്പോ ഇനി ജനങ്ങളുടെ പണം ജനങ്ങളുടെ കയ്യിലേക്ക് തന്നെ എത്തുന്ന രീതിയിലാണ് ഇനിയുള്ള ഭരണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ശ്രീലേഖ മാമിന്റെ കാര്യമൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഒക്കെ ഒരുപാട് ഉയർന്ന തലത്തിൽ നിൽക്കുന്ന അവരൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ. നമുക്ക് തന്നെ അറിയാം അവർ സാമ്പത്തികപരമായിട്ടൊക്കെ അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആണ്. ഒരിക്കലും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കൈയിട്ട് വാരി കുടുംബം നന്നാക്കേണ്ട കാര്യം അവർക്കില്ല. അതുകൊണ്ട് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് തന്നെ എത്തും. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മോദിജി വിഭാവന ചെയ്ത അഴിമതി രഹിത ഭരണം നമുക്ക് ഇനി നമ്മുടെ വാർഡ് തലങ്ങളിലും കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ബേസ്മെന്റ് കറക്റ്റ് ആയാലേ നമ്മുടെ വീട് നന്നാവുള്ളൂ എന്ന് പണ്ടുള്ള കാരണവന്മാര് പറയത്തില്ലേ. അപ്പൊ നമ്മുടെ ബേസ് എപ്പോഴും വാർഡാണ്. പഞ്ചായത്ത് മെമ്പർമാര് തൊട്ട് തുടങ്ങി നമ്മൾ മുകളിലേക്ക് വരുമ്പോഴത്തേന് അവിടെയാണ്, അതായത് ഒരു മരത്തിന്റെ മേളിൽ നിന്നല്ല നമ്മൾ വളം വെച്ച് മരത്തിനെ നന്നാക്കേണ്ടത്. ഏറ്റവും താഴേക്കിടയിൽ നിന്നിട്ട് നമ്മൾ അവിടെ ഭരണം നല്ല രീതിയിൽ കാഴ്ചവെച്ചാലേ നമുക്ക് ഉയർന്നു വരാൻ പറ്റത്തുള്ളൂ. അതിപ്പോ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഇതുണ്ടാവുമെന്ന്. കാരണം നമ്മൾ വിജയം മാത്രം മുന്നിൽ കണ്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആൾക്കാരല്ല. നമുക്ക് വിജയം വേണം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ജനങ്ങളുടെ ഇടയിൽ വേണ്ടി. നമ്മൾ വിജയിച്ചാലും ശരി തോറ്റാലും ശരി അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ BJP ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും നിന്നുകൊണ്ടുള്ളത്. നിങ്ങൾ ഈ പ്രാവശ്യത്തെ ഭാരതീയ ജനതാ പാർട്ടി നിർദ്ദേശിക്കുന്ന കാൻഡിഡേറ്റ്സിനെ നോക്കിയാൽ മതി. അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്താൽ മതി. അവർക്ക് പൈസയോട് വലിയ ആക്രാന്തമോ അല്ലെങ്കിൽ അഴിമതി കാണിച്ചിട്ട് കുടുംബം നന്നാക്കാനുള്ള ആഗ്രഹമോ ഒന്നും ഇല്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ പലയിടത്തും BJP വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ആഘോഷിക്കേണ്ട സംഭവമാണ്. എന്റെ ഹൃദയത്തിൽ നിന്നുണ്ടായ എല്ലാ അനുമോദനങ്ങളും ആശംസകളും ഞാൻ അവർക്ക് അറിയിക്കുകയാണ്. പിന്നെ പരാജയവും വിജയവും ഒക്കെ ഒരു ഇലക്ഷൻ എന്തായാലും ഉണ്ടാവുന്നുണ്ട്. പലയിടത്തും BJP തോറ്റിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന കാൻഡിഡേറ്റ്സ് ആരും വിഷമിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ ഇനിയും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക. ജനങ്ങളൊന്നും മണ്ടന്മാരല്ലല്ലോ. അവരൊക്കെ ഭയങ്കര ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. സോ നിങ്ങളുടെ പ്രവർത്തനം കണ്ട് അവരെല്ലാരും മാറി തിരിഞ്ഞ് ചിന്തിക്കുന്ന ഒരു കാലം വന്നിരിക്കും. ഈ ഭാരതം എന്ന് പറയുന്നത് മോദിജിയുടെ കൈകളിൽ സുരക്ഷിതമാണ്. ഉറപ്പായിട്ടും ഭാരതം ഇന്ന് ലോക ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മോദിജിയുടെ ഒരു ഭരണം കൊണ്ട് മാത്രമാണ്. ഈ അടുത്തായിട്ട് നമ്മൾ കണ്ടതാണ്, പല രാഷ്ട്രീയ നേതാക്കളും ഇന്ത്യയിൽ വന്നിട്ടുണ്ടായ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇന്ത്യയെ എല്ലാവരും ഒരു ഭയത്തോടു കൂടിയാണ് ഇപ്പൊ നോക്കുന്നത്. എന്ത് ഭയമാണെന്നറിയോ?
ഇന്ത്യയായിരിക്കും ലോകത്തിലെ ഏറ്റവും നമ്പർ 1 എന്നൊരു ഭയത്തില്. കാരണം അത്രയും മഹത്തരമായ ഒരു ഭരണമാണ് ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് താഴേക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് താഴെയിൽ നിന്ന് മുകളിലേക്ക് പടി വെച്ച് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം വിജയിച്ച എല്ലാ കാൻഡിഡേറ്റ്സിനും പരാജയപ്പെട്ട എല്ലാ കാൻഡിഡേറ്റ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ BJPയെ ഈ ഒരു മുന്നേറ്റത്തിന് സഹായിച്ച എല്ലാ സമ്മതിദായകരോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ്. കേരളം ഇന്ന് ലോക ജനശ്രദ്ധ ഇന്ത്യയിലേക്ക് തിരിയുമ്പോഴത്തേന് നമ്മളൊക്കെ കേരളീയരാണല്ലോ. നമ്മള് മലയാള ഭാഷ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യഞ്ഞു പെറ്റമ്മ തൻ ഭാഷ താനെന്ന് മഹാകവി വള്ളത്തോൾ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ മാതൃഭാഷ മലയാളം അതിനോട് നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കുന്നത്. കേരളത്തെയും ലോകം ഇങ്ങനെ നോക്കി കാണട്ടെ. അതിന് ഏറ്റവും മഹത്തരമായ ഒരു ഭരണം BJPക്ക് സാധ്യമാകും. വരും തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും BJP എല്ലാ ജില്ലകളിലും BJP മുന്നേറ്റം സൃഷ്ടിച്ച് BJPയുടെ അഴിമതി രഹിത ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷം. ഈ അവസരത്തിൽ ഞാനൊരു പാട്ടുകൂടെ പാടിയേക്കാം. ഇതാണിതാണീ പാവന ഭാരത ഭൂമാതാവിൻ ശ്രീകോവിൽ. ഇവിടെ നമിക്കാം, ഇവിടെ ജപിക്കാം, ഇവിടെ സാധന ചെയ്തിടാം. ഇതാണിതാണീ പാവന ഭാരത ഭൂമാതാവിൻ ശ്രീകോവിൽ. നമസ്തേ.